മലയാളികളുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ട്രെൻഡിങ് സ്റ്റാർ എന്നൊരു പേര് കൂടിയുള്ള ഒരു വ്യക്തിയാണ് നയൻതാര. സൗത്ത് ഇന്ത്യയുടെ തന്നെ ലീഡിംഗ് സൂപ്പർ സ്റ്റാർ എന്നാണ് എപ്പോഴും നയൻതാരയെ വിശേഷിപ്പിക്കാറുള്ളത്. പല രീതിയിലും നയൻതാര സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ വൈറലാകുന്നത് വിഘ്നേഷ് നയൻതാരയെക്കുറിച്ച് പറയുന്ന വാക്കുകളിൽ തന്നെയാണ് എന്ന് പറയാം. വിഘ്നേഷ് പറയുന്നത് പോലെ തന്നെ നയൻതാര മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും നൽകുന്ന ഒരു അമ്മയാണ്. മക്കൾക്ക് വേണ്ടി കോടികളുടെ കാര്യങ്ങൾ പോലും വേണ്ട എന്ന് വച്ചിട്ടുണ്ട് നയൻതാര ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന റെമ്യൂണറേഷൻ എന്താണ് അല്ലെങ്കിൽ എത്രയാണ് എന്നറിയുന്നവർക്ക് നയൻതാര ഒരു സിനിമ വേണ്ട എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എത്ര കോടിയോളം രൂപ നയൻതാരയ്ക്ക് നഷ്ടമായി എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നയൻതാര വേണ്ട എന്ന് വെച്ചത് മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് വിഘ്നേഷ് ശിവൻ പറയുന്നത്. സെറോഗസി വഴി മക്കളെ പ്രസവിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ പ്രസവ വേദന അറിയാത്ത അമ്മ. ഇത്തരത്തിൽ പലരും വിമർശിക്കുകയുണ്ടായി നയൻതാരയെ. എന്നാൽ ഇത്രയും അധികം പ്രായമായിട്ടും ഇനിയൊരു പ്രസവത്തിലേക്ക് പോവുക എന്നത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും തന്നെ ആരോഗ്യത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഫെയിം എന്ന രീതിയിൽ തൻ്റെ ബോഡി ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു ജോലിയാണ് നയൻതാരയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യവാന്മാരായ മക്കളെ വേണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു യൂട്രസ് വേണം. അതുകൊണ്ട് തന്നെയാണ് സെറോഗസി എന്നൊരു തീരുമാനമെടുത്തത്. അല്ലാതെ പ്രസവ വേദന അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഇന്നത്തെ നാളിൽ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പല നടിമാരും ഇന്നത്തെ കാലത്ത്, അതും പുറത്തുള്ള പല നടിമാരും ഇന്നത്തെ കാലത്ത് സെറോഗസി വഴിയൊക്കെയാണ് മക്കളെ സ്വീകരിക്കുന്നത്. അതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പൈസയുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള രീതിയിലൊക്കെ തന്നെയും കമൻറ്റുകൾ പോകാറുണ്ടെങ്കിലും അമ്മയല്ലാതാകില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. മക്കളെ കണ്ടാൽ പറയില്ല നയൻതാരയുടെ വയറ്റിൽ നിന്നല്ല വന്നത് എന്നത്. കാരണം ഇവരുടെ അതേ സ്വഭാവവും അതേ ലുക്കും തന്നെയാണ് മക്കൾക്കുള്ളത്. നയൻതാര എത്രയൊക്കെ അമ്മയല്ല എന്ന് പറഞ്ഞാലും ആ അമ്മയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ഓരോന്നിനുമുള്ള സ്നേഹം. പല സിനിമകളും നയൻതാര വേണ്ട എന്ന് വച്ചു എന്നാണ് വിഘ്നേഷ് പറയുന്നത്. പല സിനിമകളും നയൻസ് വേണ്ട എന്ന് വച്ചത് മക്കളെ കരുതിയാണ്. മക്കളോടൊപ്പമുള്ള സമയമാണ് ഞാൻ ചിലവഴിക്കേണ്ടത്. അവർക്ക് 3-4 വയസ്സാകുന്നു. അവർ സ്കൂളിലേക്കും പ്ലേ സ്കൂളിലേക്കും പോകുന്ന പ്രായമാകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ സമയമൊന്നും കിട്ടില്ല. വളരും, കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് വളരും. അതുകൊണ്ട് തന്നെ എടുത്തു പറയണമല്ലോ, മക്കളോടുള്ള സമയം ചിലവഴിക്കാനാണ് ഞാനും നയൻസും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യുന്നതെന്നാണ് വിഘ്നേഷ് പറയുന്നത്. നയൻതാര പറയുന്നത് തന്നെയാണ് കാര്യം. അവളുടെ തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെയധികം ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് നയൻതാര. എന്നാൽ മക്കൾക്ക് വേണ്ടി എന്തും ഈ ഭൂമിയിൽ ചെയ്യും. അങ്ങനൊരു വ്യക്തി കൂടിയാണ്. തൻ്റെ മക്കളെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താൻ തന്നെയാണെന്നാണ് നയൻതാര എപ്പോഴും പറയാറുള്ളത്. വിഘ്നേഷ് അതിനെ എതിർത്ത് പറയാറില്ല. കാരണം അതെനിക്ക് എതിർക്കാൻ സാധിക്കില്ല എന്നാണ് വിഘ്നേഷ് ശിവൻ പറയുന്നത്. വിഘ്നേഷ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തുമാത്രമാണ് നയൻതാര തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നും മാറ്റിവെക്കുന്നതെന്നും പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.